കാളിയാണെന്നില്ലേ ടെക്നോളജി ആണെന്റെ കുരു വീണ്ടും പൊട്ടി. സ്വാഭാവികം. ഇവൻ ഇതിനും മാത്രം പൊട്ടാൻ വേണ്ടി കുരു എവിടെയാമോ കിടക്കുന്നത്. ടെക്നോളജി ആണെന്നെ ഇപ്രാവശ്യം കുരു പൊട്ടിയത് എന്തുകൊണ്ടാണെന്നറിയാം? നമ്മളെ കളങ്കാവിലില്ലേ മമ്മൂട്ടിന്റെ പടം അങ്ങ് ഹിറ്റായി. മമ്മൂട്ടി മാത്രമല്ല അതിനകത്തുള്ള സംഖ്യക്ക് തീരെ പിടിക്കാത്ത വിനായകനും കൂടി ഉണ്ടല്ല. ഇവര് രണ്ടാളുള്ള പടം ഹിറ്റാവുന്ന വെച്ചാല് സംഖ്യക്ക് പിന്നെ സഹിക്കുവോ? പിന്നെ എങ്ങനെ കുരു പൊട്ടാതിരിക്കും? വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുന്ന മമ്മൂക്ക മൃഗമുദ്രങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പല പല രീതിയിലുള്ള എന്താ പറയാ സിനിമകൾ, ക്യാരക്ടറുകൾ. മമ്മൂക്ക പുലിയാണ്, പറയാതെ വയ്യ. അതുപോലൊരു പുലിയാണ് കളങ്കാവില്. എന്താ പറയാ, ഭയങ്കര നിർവികാരമായിട്ടാണ് ഞാനൊക്കെ ആ സിനിമ കണ്ടത്. ഭയങ്കര പെർഫോമൻസ് ആണ്. ആകെ അത്ഭുതപ്പെടുന്ന കേട്ടോ മമ്മൂട്ടിനി വിനായകന് കണ്ണിൽ കണ്ടുകൂടാത്ത ഈ ടെക്നോളജി ആണെങ്കിലും പോയിട്ട് മമ്മൂട്ടിന്റെ പടം ആദ്യത്തെ ഷോ തന്നെ കാണുന്ന വെച്ചാ ഭയങ്കര അത്ഭുതം തന്നെ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഒരു രക്ഷയില്ല. മമ്മൂക്ക അഴിഞ്ഞ അടി, ഉടുതുണി അഴിച്ചാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അജാതി സംഗതി. വില്ലന്റെ ഭാഗത്ത് ഒരു ന്യായം, അവൻ സൂപ്പർ സ്റ്റാർ വില്ലനാകുമ്പോ ഒരു ന്യായം വില്ലന്റെ ഭാഗത്ത് വേണം, അതൊന്നുമില്ല. അതാണ് മറ്റൊരു അതിശയം. പക്ഷെ സൂപ്പർ നിർവികാരങ്ങളാണ് മൊത്തം. ഉള്ള കാര്യം പറയാലോ, അടിപൊളി. മോഹൻലാലൊന്നും അത് ചെയ്യാൻ പറ്റൂല. നിന്റെ കാര്യത്തിൽ തീരുമാനം മനസ്സിലായില്ലേ? പിന്നെ എന്താ പറയാ, നമ്മള് വിനായകൻ വെറൈറ്റി ഭാവങ്ങളായിട്ടാണ് വിനായകൻ വന്നിട്ടുള്ളത്. എന്താ പുള്ളിക്കാരന്റെ പെർഫോമൻസ് എന്നറിയാം. അതും ഈ പറഞ്ഞ പോലെ മുഖത്ത് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാതെ അഭിനയിച്ചു തീർക്കുന്ന, അല്ലെങ്കിൽ ഒരു നിർവികാരനായിട്ട് അഭിനയിച്ചു തീർക്കുന്ന ഒരു നടൻ എന്നൊക്കെ പറയുമ്പോ എല്ലാവരും ഞെട്ടിപ്പോയി. പറഞ്ഞതൊക്കെ ശരിയാണെന്നേ തോന്നൂ. എന്ത് നാച്ചുറൽ ആക്ടിങ്. വേറെ എന്താ വെച്ചാലേ, തിയേറ്ററിനോട് പറയാം, മൊബൈൽ ഫോണിന്റെ അതിപ്രസരമായിരുന്നു. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ എല്ലാവരും മൊബൈൽ നോക്കി നിൽക്കുന്നു. സിനിമ അവിടെ ഓടുകയാണ്, പക്ഷെ എല്ലാവരും ഈ മൊബൈൽ നോക്കി നിൽക്കുന്നു. കഥ മനസ്സിലായി, പക്ഷെ കാര്യം മനസ്സിലായി. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിർവികാരമായിട്ടുള്ള ഒരു സിനിമ ഓടുമ്പോൾ നിങ്ങൾ ഒരിക്കലും മൊബൈലിൽ നോക്കിയിട്ട് നിങ്ങളെ വികാരം അടക്കാൻ പാടില്ല. ശരിക്കും നിങ്ങൾ സിനിമ കാണണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ടെക്നോളജി അണ്ണ അത്രയും ആൾക്കാർ ഇരിക്കുന്ന ആ തിയേറ്ററിൽ വെച്ചിട്ട് മൊബൈൽ നോക്കിയിട്ട് വികാരം അടക്കണമെങ്കിൽ അത് നിങ്ങളെ കൂട്ടത്തിലുള്ള സംഖ്യകളെ കൊണ്ടേ പറ്റൂ. സാറിന് ഈ കാര്യങ്ങളില് 100 മാർക്കാ. അല്ലാണ്ട് ബോധവും വിവരമുള്ള ഒറ്റ ഒരാളും ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന ഒരു തിയേറ്ററിൽ വെച്ചിട്ട് മൊബൈൽ നോക്കിയിട്ട് വികാരം അടക്കുന്ന എനക്ക് തോന്നില്ല. കടിച്ചൊന്നും പറയില്ലടാ. അപ്പം മൊബൈൽ നോക്കിയിട്ട് വികാരം അടക്കിയത് അണ്ണന്റെ ടീം തന്നെ. അതുകൊണ്ടാണ് മൊബൈൽ നോക്കിയിട്ട് വികാരം അടക്കുന്ന കാര്യത്തിൽ നിങ്ങളെ കവച്ചു വെക്കാം വേറെ ആരുമില്ല. എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. എന്റെ പൊന്നെ, എത്ര, അതായത് ഇതിന് എ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത്ര വയലൻസ് ആണ്. അത്രയും കൊലപാതകങ്ങളാണ്. അത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഓഫീസറായിട്ട് വിനായകനൊക്കെ വരുമ്പോ നമ്മൾ എന്താ പറയാ, ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വികാരമില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. ഇത് എന്തിനാണ് ഈ സിനിമ ഉണ്ടാക്കിയത്? അത് തെറ്റിദ്ധാരണയാ ബോസേ. ഇത് ലോകത്തിന്റെ ചരിത്രമറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ്. അയ്യ എന്റെ ചങ്ങായി, നീ ഉദ്ദേശിക്കുന്ന വികാരപ്പാടല്ല ഇത്. ഈ ചങ്ങായിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടാ? ഈ ചങ്ങായി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വികാരപ്പടം, ചെക്കുപടം ഇപ്പൊ തിയേറ്ററിൽ ഓടുന്നില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അങ്ങനത്തെ വികാരപ്പാടാണ് അണ്ണന് കാണാൻ നിർബന്ധം കിട്ടില്ല. അണ്ണന്റെ ടീമില്ല, അണ്ണന്റെ ചങ്ങായിമാർ, അവരോട് ചോദിച്ചാൽ മതി. അവരാന്നല്ല പബ്ലിക്കിൽ വന്നിട്ട് ഈ മൊബൈൽ തോണ്ടിക്കൊണ്ട് വികാരം അടക്കുന്നത്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണന് ചെക്കു ടൈപ്പ് പടങ്ങൾ ഒരുപാട് കിട്ടും. അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? നമ്മൾ ഒരു വരവിടെ വരേണ്ടി വരും.